മുത്തശ്ശി. മോനെ, നീ രാധികയെ കണ്ടുപിടിച്ചോടാ? കണ്ടു മുത്തശ്ശി. ഞാനേ അവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. പിന്നാലെയോ? പിതാമേടവും രാധികയും താമസിക്കുന്ന സ്ഥലത്തേക്കാ ഞാൻ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും അവരോട് നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടായിരുന്നു. എങ്ങോട്ടാ അവരുടെ യാത്രയെന്ന് അറിയില്ല. പിന്നെ പെട്ടെന്ന് എന്നൊരു ബഹളം ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് അവരെ ഫോളോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. രാധികയും കൊണ്ടല്ലാതെ ഒരു കാരണവശാലും നീ തിരിച്ചു വരരുത്. ഇവിടെ നിന്ന് നിനക്ക് പല കോളുകളും വരും. അത് ചിലപ്പോ കരഞ്ഞോണ്ടും ബഹളം വച്ചോണ്ടും ഒക്കെ ആവാം. ഒരു കോളും നീ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ മുത്തശ്ശി കാര്യം? പ്രിയങ്കയ്ക്ക് അവളുടെ മുത്തശ്ശിയുടെ കനത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അവൾ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. പത്മിനിയെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാനാ അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യേണ്ടെന്നാ മുത്തശ്ശി പറയുന്നത്. ഇല്ല മുത്തശ്ശി, ഇനിയെങ്കിലും ഞാൻ ശക്തമായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ രാധി എനിക്ക് നഷ്ടപ്പെടും. ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും മറച്ചു പിടിക്കുന്ന എന്നോടുള്ള സ്നേഹം ഈ ലോകത്തിന് മുന്നിൽ എനിക്ക് അയാളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അയാളെ സ്വന്തമാക്കിയേ പറ്റൂ. മോൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പൊയ്ക്കോടാ. ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങൾ ഒന്നിക്കുന്നത് തടയാൻ പറ്റില്ല. മുത്തശ്ശി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ശരി മുത്തശ്ശി. നീ ഫോൺ വെച്ചോ. ഞാൻ ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. ശരി.